Good morning. Today we are going to discuss section 3.3 of module 2, homogeneous linear equations with constant coefficients. General form is a y double dash plus b y dash plus cy equal to 0. Homogeneous ആണ്, so right hand side 0 ആയിരിക്കും. Constants coefficients ആണ്, അതുകൊണ്ടാണ് ഇവിടെ എയും പിയും സിയും കോൺസ്റ്റൻസ് ആയിട്ട് എടുത്തത്. General form എന്ന് പറയുന്നത് a y double dash plus b y dash plus cy equal to 0. എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്. Assume that the solution of the equation is of the form y equal to e raised to mx. ഇതിനെ നമുക്കൊരു ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിന്റെ സൊല്യൂഷൻസിന്റെ എല്ലാം ഫോം വരുന്നത് ഇ റേസ് ടു എം എക്സ്, where m is any constant. mx ഫോമിലായതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷന്റെയും സൊല്യൂഷന്റെ ഫോം y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് ആയിരിക്കും എന്നുള്ളത് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ടാണ് അസ്യൂം ദാറ്റ് ദ സൊല്യൂഷൻ ഈസ് ഓഫ് ദ ഫോം y ഈക്വൽ ടു ഇ റേസ് ടു എം എക്സ് എന്ന് എഴുതിയത്. Okay, then y dash equal to m e raised to mx and y double dash equal to m square e raised to mx. Then substitute these values of y dash, y double dash in equation 1. We get a m square e raised to mx plus b m e raised to mx plus c e raised to mx equal to 0. Then e raised to mx എല്ലാത്തിലും constant ആണ്. So remaining a m square plus b m plus c into e raised to mx equal to 0. Okay, then since e raised to mx not equal to 0, e raised to mx 0 ആണെങ്കിൽ സൊല്യൂഷൻ 0 എന്ന് കിട്ടും. അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു സൊല്യൂഷൻ ആണ് y equal to 0. So we assume that e raised to mx is not equal to 0. Then ഈ കോമ്പിനേഷൻ 0 ആവണമെങ്കിൽ only possibility is a m square plus bm plus c equal to 0. e raised to mx 0 അല്ലാത്ത സ്ഥിതിക്ക് am square plus bm plus c equal to 0 ആയെങ്കിൽ മാത്രമാണ് ഈ പ്രോഡക്റ്റ് 0 ആവുള്ളൂ. Okay, am square plus bm plus c equal to 0 is a quadratic equation in m. അല്ലെ, am square plus bm plus c എന്ന് പറയുന്ന ഇക്വേഷൻ പറയുന്ന പേരാണ് ഓക്സിലറി ഇക്വേഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 2 റൂട്ട്സ് കിട്ടും, m1 ഉം m2. നിങ്ങൾക്കറിയാം m1 m2 ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിസ്ക്രിമിനന്റ്. ഡിസ്ക്രിമിനന്റ് മീൻസ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് കോൾഡ് ദ ഡിസ്ക്രിമിനന്റ്. ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ m1 ഉം m2 ഉം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അല്ലെ, റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, അതുപോലെ റിയലും. Then b square minus 4ac 0 ആണെങ്കിൽ, that is discriminant 0 ആണെങ്കിൽ m1 ഉം m2 ഉം റിയലും ഈക്വലും ആയിരിക്കും. Then b square minus 4ac less than 0 ആണെങ്കിൽ m1 and m2 are conjugate complex numbers. ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണെങ്കിൽ m1 ഉം m2 എന്തുമായിരിക്കും? കോൺജുഗേറ്റ് ആയിരിക്കും, കോൺജുഗേറ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അതായത് ഒരു റൂട്ട് a പ്ലസ് ഐ ബി ആണെങ്കിൽ മറ്റേ റൂട്ട് a മൈനസ് ഐ ബി ആയിരിക്കണം. ബിക്കോസ് roots complex numbers exist only in conjugate pairs. ഇങ്ങനെയാണ് അവർ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ട് മാത്രമാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദെൻ ഓരോ കേസ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ബി സ്ക്വയർ മൈനസ് 4ac ഏത് കണ്ടീഷൻ ആണ് വരുന്നതെന്ന് നോക്കുക, അതിനനുസരിച്ച് റൂട്ട് എഴുതുക. ഇനി we are considering 3 cases, case 1, 2 and 3. In case 1, roots are real and distinct. അതായത് ഫസ്റ്റ് കേസ് m1 ഉം m2 ഉം റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണ്. അങ്ങനെ ആവുമ്പോൾ ജനറൽ സൊല്യൂഷൻ ഈസ് y ഈക്വൽ ടു c1 e raised to m1x plus c2 e raised to m2x. റൂട്ട്സ് ഈക്വലും റിയലും ആവുമ്പോൾ, ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് 4ac 0 ആവുമ്പോൾ ജനറൽ സൊല്യൂഷൻ ഈസ് y equal to c1 e raised to mx plus c2x into e raised to mx. ഇതിവിടെ കോൺസ്റ്റന്റിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എഴുതണം. Then case 3, roots are conjugate complex numbers. That is m1 equal to alpha plus I beta and m2 equal to alpha minus I beta. അങ്ങനെയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ ഈസ് y equal to e raised to alpha x into c1 cos beta x plus c2 sin beta x. അപ്പൊ നമ്മളുടെ പ്രോബ്ലത്തിൽ ഏത് കണ്ടീഷൻ ആണ് വരുന്നത് അതിനനുസരിച്ച് ജനറൽ സൊല്യൂഷൻ എഴുതുക. ഫോർ എക്സാമ്പിൾ, സോൾവ് 2y double dash minus 5y dash minus 3y equal to 0. ഓക്സിലറി ഇക്വേഷൻ ഈസ് ഈ y ഡബിൾ ഡാഷിന്റെ അവിടെ m സ്ക്വയർ, y ഡാഷിന് ഒരു m, മറ്റേ yക്ക് അവിടെ ഒന്നും കൊടുക്കണ്ട.
അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എന്താവും 2m² - 5m - 3 = 0. ദെൻ 2m² റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2m² - 6m + m - 3 = 0. ബിക്കോസ് 5m അല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഒരു m ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും ചെയ്തു. സോ we can write 2m into m minus 3. ഇതിന് രണ്ടെണ്ണത്തിൽ നിന്നും കോമൺ ആയിട്ട് 2m m minus 3 plus m minus 3 equal to 0. m minus 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 2m plus 1 into m minus 3 equal to 0. So the roots are 2m plus 1 equal to 0, m and m minus 3 equal to 0. So if 2m plus 1 equal to 0, then m equal to minus half, and if m minus 3 equal to 0, then m equal to 3. നമുക്ക് രണ്ട് റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആയിട്ട് കിട്ടി അല്ലെ. ഒന്ന് മൈനസ് ഹാഫും ഒന്ന് 3യും. നമുക്ക് ഫോർമുല ഉണ്ട് c1 e raised to m1x ഫസ്റ്റ് റൂട്ട് പ്ലസ് c2 e raised to m2x m2 സെക്കൻഡ് റൂട്ട്. ഓക്കെ, അപ്പോ കിട്ടുന്നത് y equal to general solution is y equal to c1 e raised to -x/2, that is m1 is minus half and m2 is 3, so c2 e raised to 3x, that is the general solution. Second question, y double dash plus 4y dash plus 7y equal to 0. Then the auxiliary equation is m square plus 4m plus 7 equal to 0. Then roots are minus b plus or minus root of b square minus 4ac by 2a. ആ ഫോർമുല വെച്ചിട്ട് നമുക്ക് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. So minus 4 plus or minus root of minus 12 by 2, that is minus 4 plus or minus 2 root 3i by 2. ഇവിടെ നെഗറ്റീവ് minus 12 അല്ലേ വരുന്നത്. Root of minus 1 is I. So we get the roots minus 2 plus or minus root 3i. അപ്പോൾ alpha 1 m1 is minus 2 plus root 3i ഉം m2 is minus 2 minus root 3i ആണ്. അപ്പോൾ alpha equal to minus 2 ഉം beta equal to root 3. Alpha is minus 2 and beta is root 3. Then ആ ഇക്വേഷനിലെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So general solution is y equal to e raised to minus 2x into a cos root 3x plus b sin root 3x. Alpha and beta value substitute ചെയ്താൽ we get the answer. Then the third question, y double dash minus 10y dash plus 25y equal to 0. Then the auxiliary equation is m square minus 10m plus 25 equal to 0. That is, this is m minus 5 whole square equal to 0. That is m equal to 5. Roots are real and equal. So general solution is y equal to c1 e raised to 5x plus c2x e raised to 5x. ഇത് കോൺസ്റ്റന്റിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയാൽ മതി. Then we are considering a third order differential equation, y3 dash plus 3y double dash minus 4y equal to 0. Okay, so y3 dash വരുമ്പോൾ m cube വരും, y double dash വരുമ്പോൾ m square വരും, y ഉള്ളൂ, so minus 4 equal to 0. ഇവിടെ നമുക്ക് m equal to 1, m equal to 2, m equal to minus 1 എന്നുള്ള വാല്യൂ ഒരു റൂട്ട് അസ്യൂം ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്രോക്സിമേഷൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് എമ്മിന് 1 കൊടുക്കാം, -1 കൊടുക്കാം, അങ്ങനെ m equal to 2 ഏതെങ്കിലും അവിടെ 0 വരുന്നുണ്ടോ അതായിരിക്കും ഒരു റൂട്ട്. നമ്മൾ ആദ്യം m equal to 1 കൊടുക്കുന്നു, നമുക്ക് 0 കിട്ടി. സോ m equal to 1 is a root. That means m minus 1 is a factor of this equation. Okay, so ഫാക്ടർ ആയതുകൊണ്ട് മറ്റുള്ള ഫാക്ടേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ n³ പ്ലസ് 3m² മൈനസ് 4നെ m മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവിഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് m³ പ്ലസ് 3m² മൈനസ് 4ന് m മൈനസ് 1 ഇൻറ്റു m² പ്ലസ് 4m പ്ലസ് 4 കിട്ടി. സോ റൂട്ട്സ് ആർ m ഈക്വൽ ടു 1 മൈനസ് 2 മൈനസ് 2, രണ്ട് ഈക്വൽ റൂട്ടും ഒരു ഡിസ്റ്റിങ്ക്ട് റൂട്ടും. അപ്പോൾ ഒരു ഡിസ്റ്റിങ്ക്ട് റൂട്ടിന് c1 e raised to x എന്ന് എഴുതി, മറ്റേ ഈക്വൽ റൂട്ട്സിന് c2 e raised to minus 2x ഉം c3x e raised to minus 2x ഉം എഴുതി. ഓക്കെ, അങ്ങനെ സൊല്യൂഷൻ കിട്ടി. Then solve d raised to 4y by dx raised to 4 plus 2d square y by dx square plus y equal to 0. ഇവിടെ എന്താ നമുക്ക് ഓക്സിലറി ഇക്വേഷൻ കിട്ടുന്നത്? m raised to 4 plus 2m square plus 1 equal to 0. This is n square plus 1 whole square equal to 0. നമുക്കറിയാം a plus b whole squareൽ m raised to 4 plus 2m square plus 1 ന് പകരം നമുക്ക് എന്ത് എഴുതാം? m square plus 1 whole square equal to 0. That means n square plus 1 m square equal to minus 1 or m
m square m equal to plus or minus I. So രണ്ട് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. m1 ഉം m3 ഉം ഈക്വൽ ആണ്, അതേപോലെ m2 ഉം m4 ഉം ഈക്വൽ ആണ്. So general solution is c1 cos x plus c2 sin x. അതായത് ഇവിടെ ആൽഫ 0യും ബീറ്റ 1 ഉം ആണ് ഫസ്റ്റ് വണ്ണില്. ഓക്കെ, ആൽഫ 0യും ബീറ്റ 1 ഉം ഐയും മൈനസ് ഐക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഇത് എഴുതാം. പിന്നെ ഈക്വൽ റൂട്ട്സിന്റെ c3 x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, c1 cos x plus c2 sin x, ആൽഫ ഈക്വൽ ടു 0യും ബീറ്റ ഈക്വൽ ടു 1ലും. Then ഇത് equal roots in it. So general solution. Then next question, if m1 equal to p by q is a rational root of the equation an m raised to n plus an minus 1 m raised to n minus 1 plus etc. plus a naught equal to 0 with integer coefficients, then p is a factor of a naught and q is a factor of an. അത് നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു ഹയർ ഓർഡർ ഇക്വേഷൻ്റെ ഒരു റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈസി അല്ല. അപ്പം നമ്മൾ കുറേ മെത്തേഡിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, m equal to 1 മൈനസ് 1. അപ്പോൾ ഇക്വേഷൻസ് വലുതാണെങ്കിൽ നമുക്ക് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസി അല്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഫാക്ടർ ഉപയോഗിക്കണം. p by q റാഷണൽ റൂട്ട് ഈ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ റാഷണൽ റൂട്ട് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? p is a factor of a naught and q is a factor of an വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് എനും ഫാക്ടേഴ്സ് ഓഫ് എ നോട്ടും എടുക്കുക. അവിടെ നിന്ന് നമുക്കൊരു പി ബൈ ക്യൂ കിട്ടും. അത് പി ബൈ ക്യൂ ഇത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പി ബൈ ക്യൂ ഒരു റൂട്ട് ആയിരിക്കും. ഇവിടെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 3y3 ഡാഷ് പ്ലസ് 5y ഡബിൾ ഡാഷ് പ്ലസ് 10y ഡാഷ് മൈനസ് 4y ഈക്വൽ ടു 0. ഇവിടെ ഓക്സിലറി ഇക്വേഷൻ വരുന്നത് 3m³ പ്ലസ് 5m സ്ക്വയർ പ്ലസ് 10m മൈനസ് 4 ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ചെയ്യാം. അത് ഈസി അല്ലാത്തത് കൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ എ നോട്ട് ഇവിടെ വരുന്നത് മൈനസ് 4ഉം a3 ആണ്. a എന്ന് പറഞ്ഞാൽ ഇവിടെ a3 ആണ്. a3 ഈക്വൽ ടു 3. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് എ നോട്ടും a3യും എഴുതുന്നു. ഫാക്ടേഴ്സ് ഓഫ് എ നോട്ട് പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 4 ആണ്. അതേപോലെ ഫാക്ടേഴ്സ് ഓഫ് 3 എന്ന് പറയുന്നത് q ആണ്. q അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന q ആണ്. പ്ലസ് ഓർ മൈനസ് 1ഉം പ്ലസ് ഓർ മൈനസ് 3. ഇനി ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് p by q എടുക്കുന്നു. ഓക്കെ, possible rational roots of the cubic equation are p by q. Plus or minus 1 by plus or minus 1. So plus or minus 1 ആവാം. അതേപോലെ plus or minus 2 by plus or minus 1. 2 ആവാം, minus 2 ആവാം. അപ്പൊ എല്ലാ കോമ്പിനേഷനും നമ്മൾ എഴുതുന്നു. ഓക്കെ, 4 by plus or minus 3, അതുപോലെ 2 plus or by 3. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. അപ്പൊ ഇതിൽ m equal to 1 ആണ്. ഫസ്റ്റ് റൂട്ട് m equal to 1 ഉം m equal to minus 1 ആണ്. m equal to 1 ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ m equal to 1 is not a root. Similarly m equal to minus 1 ഉം റൂട്ട് അല്ല നമുക്ക് കിട്ടി. ദെൻ നമ്മൾ m equal to 1/3 എടുക്കുന്നു. എല്ലാം നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. m equal to 1/3 കൊടുക്കുമ്പോൾ അത് 0 ആയിട്ട് വരുന്നു. സോ m equal to 1/3 is a root. That means m minus 1/3 is a factor. Okay, then again ഇതിനെ m minus 1/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. We get the remainder 0 and quotient 3m square plus 6m plus 12. Then അതിന്റെ ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. We get minus 1 plus or minus I root 3. അപ്പൊ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് 1/3യും പിന്നെ minus 1 plus I root 3 and minus 1 minus I root 3. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എഴുതുന്നു. ആദ്യം c1 e raised to x/3, then ഇവിടെ ആൽഫ ഈക്വൽ ടു മൈനസ് 1ഉം ബീറ്റ ഈക്വൽ ടു റൂട്ട് 3 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് e raised to minus x into c1 cos root 3x plus c2 sin root 3x. Okay, then next question, 4y double dash plus y dash equal to 0. So auxiliary equation is 4m square plus m equal to 0. The values of m are 0 and minus 1/4, and this values of m are real and distinct. So we can use this c1 e raised to 0x plus c2 e raised to minus x/4. Okay, then these are the homework. These two are. This is an initial value problem. Find the solutions. First question, y double dash plus 16y equal to 0, given y0 equal to 2 and y dash 0 equal to minus 2. And second equation, y double dash minus 10y dash plus 25y equal to 0, given y0 equal to 1 and y of 1 equal to 0. Thank you.